SFI അഖിലേന്ത്യാ സമ്മേളനത്തിന് സ്കൂൾ വിദ്യാർത്ഥികളെ ഇറക്കിക്കൊണ്ടുപോയ സംഭവത്തിൽ ശക്തമായ പ്രതിഷേധവുമായി KSU. DDE ഓഫീസിൽ പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. പ്രധാന അധ്യാപകൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് KSU ആവശ്യപ്പെട്ടു. DDE നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും KSU കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് സൂരജ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. KSUയുടെ ജില്ലാ പ്രസിഡന്റ് നമുക്കൊപ്പം ചേരുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ KSUയുടെ ഈ ഒരു വിഷയത്തിലെ നിലപാട് എങ്ങനെയാണ്, എന്താണ് നിങ്ങളുടെ ഒരു പ്രതികരണം? ഒരു വിദ്യാർത്ഥി സംഘടനയുടെയും സമ്മേളനത്തിന് സ്കൂളുകളിൽ നിന്നോ ക്യാമ്പസുകളിൽ നിന്നോ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നതിന് KSU എതിരല്ല. ഏത് സംഘടനയുടെ പ്രവർത്തകർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വമേധയാ ആ സമ്മേളനങ്ങളിൽ പങ്കെടുക്കണമെന്ന്, പരിപാടികളിൽ പങ്കെടുക്കണമെന്ന് തന്നെയാണ് KSUവിൻ്റെ അഭിപ്രായം. പക്ഷേ ഇവിടെ സംഭവിച്ചത് ഒരു വിദ്യാർത്ഥി സംഘടനയുടെ സമ്മേളനം കോഴിക്കോട് നടക്കുകയാണ്. ആ സമ്മേളനത്തിൻ്റെ ഭാഗമായി സമരം എന്ന വ്യാജേനെ സ്കൂൾ പ്രവർത്തനം അവസാനിപ്പിച്ച്, പൂർണ്ണ പ്രവൃത്തി ദിവസമായി സ്കൂളിൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ച് സ്കൂളിന് അവധി നൽകിക്കൊണ്ട് പ്രിൻസിപ്പൽ മുഴുവൻ വിദ്യാർത്ഥികളെയും ആ സമ്മേളനത്തിന് വിടുകയാണ്. അത് അങ്ങേയറ്റം വിദ്യാഭ്യാസ ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരാണ്, KER ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ സ്കൂളിന് അവധി നൽകിയ, പൂർണ്ണമായ പ്രവൃത്തി ദിവസം സ്കൂളിന് അവധി നൽകിയ പ്രിൻസിപ്പൽക്കും ബന്ധപ്പെട്ട അധ്യാപകർക്കുമെതിരെ നടപടികൾ സ്വീകരിക്കണമെന്നാണ് KSUവിൻ്റെ ആവശ്യം. കാരണം നമുക്കറിയാം, മഴക്കെടുതി കാരണവും അല്ലാതെയുമൊക്കെ പ്രവൃത്തി ദിവസങ്ങളുടെ എണ്ണം കൂട്ടാൻ വിദ്യാഭ്യാസ വകുപ്പും ബന്ധപ്പെട്ട ആളുകളും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനാവശ്യമായി ഇന്നലെ അവിടുത്തെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അധ്യാപകരുടെ, രക്ഷിതാക്കളുടെ, കുട്ടികളൊക്കെ ഉൾപ്പെടുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളിൽ HMൻ്റെ മെസ്സേജാണ്, നാളെ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ സമരമുണ്ടാവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് സമരമുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമേ സ്കൂൾ പരിസരത്തു നിന്നും വാഹനങ്ങളുമായി രക്ഷിതാക്കളും ബന്ധപ്പെട്ട ആളുകളും പുറത്തേക്ക് പോകാവൂ എന്ന് പറയുന്നുണ്ട്. സമരത്തിൻ്റെ സാധ്യതകളും സാഹചര്യങ്ങളും വിലയിരുത്തേണ്ട ആളാണോ HM? അല്ല. അതുകൊണ്ടാണ് DD ഓഫീസിലേക്ക് KSU പരാതിയുമായി വന്നിട്ടുള്ളത്. ഇവിടെ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ DD ഞങ്ങൾക്ക് നൽകിയ ഉറപ്പ്, KSUവിൻ്റെ പരാതിയുടെയും പ്രതിഷേധത്തിൻ്റെയും അടിസ്ഥാനത്തിൽ DD നൽകിയ ഉറപ്പ് DEയോട് അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മേലധികാരികളുമായി കൂടിയാലോചിച്ച് കൃത്യമായ നടപടികൾ സ്വീകരിക്കും. അങ്ങനെ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ KSU കോടതിയെ സമീപിക്കും. ഇതിൽ പ്രധാന